This video is the continuation of steps in genetic engineering. Fifth step is gene cloning or gene amplification. ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത റീകോമിനന്റ് DNA മോളിക്യൂൾസിനെ റെപ്ലിക്കേറ്റ് ചെയ്യിപ്പിച്ച് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ജീൻ ക്ലോണിംഗ് അല്ലെങ്കിൽ ജീൻ ആംപ്ലിഫിക്കേഷൻ. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ബാക്ടീരിയൽ സെല്ലാണ് ഹോസ്റ്റ് സെല്ലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ റീകോമിനന്റ് വെക്ടർ, നമ്മൾ ഡോണർ DNA ക്യാരി ചെയ്യുന്ന റീകോമിനന്റ് വെക്ടർ ട്രാൻസ്ഫോർമേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ ഇരിക്കുന്നതാണ് റീകോമിനന്റ് പ്ലാസ്മിഡ്. ദെൻ അതിന് ഹോസ്റ്റ് സെല്ലിൻ്റെ അകത്ത് ക്ലോണിംഗ് നടന്നിട്ട് മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പാരന്റ് മോളിക്യൂളിന് റിപ്പീറ്റഡ് റെപ്ലിക്കേഷൻ നടന്നിട്ടാണ് ഓരോ ജീൻ പോപ്പുലേഷനും ഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ജീൻ ക്ലോൺ എന്ന് വിളിക്കുന്നത്. എ കളക്ഷൻ ഓഫ് ജീൻ ക്ലോൺസ് ഇസ് കോൾഡ് എ ക്ലോൺ ബാങ്ക് ഓർ ക്ലോൺ ലൈബ്രറി. And the sum total of the clones which represents the entire genome of an organism is called a genomic library or gene library. ഇങ്ങനെ ജീൻസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് എന്ന് പറയുന്നത് ഈക്കോളൈ ആണ്. ഒരു RDNA ഈക്കോളയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം RDNAനെ ഒരു ബാക്ടീരിയൽ കൾച്ചർ മീഡിയത്തിലേക്ക് ആഡ് ചെയ്യും. ദെൻ അത് കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്യും. ആൻഡ് ദിസ് കാൽഷ്യം ക്ലോറൈഡ് കോസസ് ദ റീകോമിനന്റ് DNA ടു അഡ്ഹർ ടു ദ സർഫസ് ഓഫ് ഈക്കോളൈ. അങ്ങനെ അഡ്ഹർ ചെയ്തിരിക്കുന്ന റീകോമിനന്റ് DNAനെ ഈ ബാക്ടീരിയ അകത്തേക്ക് എടുക്കും ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ്. അതിനുശേഷം ഈ ഈക്കോളൈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ റീകോമിനന്റ് DNAയും മൾട്ടിപ്ലൈ ചെയ്യും. And this produces the clones of the desired gene. In vitro ആയിട്ട് ജീൻ ക്ലോണിംഗ് നടത്തുന്ന ഒരു ടെക്നിക്കാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെക്നിക്. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്ത DNA സീക്വൻസസിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് PCR ടെക്നിക്. എൻസൈമാറ്റിക് DNA സിന്തസിസിലൂടെയാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെക്നിക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇറ്റ് യൂസസ് a thermostable form of DNA polymerase and two kinds of RNA primers. Thermostable DNA polymerase means ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീനേച്ചർ ചെയ്ത് പോകാത്ത എൻസൈം, അതാണ് തെർമോസ്റ്റേബിൾ. സോ DNA പോളിമറേസിൻ്റെ ഒരു തെർമോസ്റ്റേബിൾ ഫോമും ദെൻ RNA പ്രൈമേഴ്സ്, രണ്ട് ടൈപ്സിലുള്ള RNA പ്രൈമേഴ്സുമാണ് ഈ ഒരു ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത്. And the one primer is specific for one strand of the DNA and the other one is specific for the other strand. Then Taq polymerase എന്നൊരു enzyme യൂസ് ചെയ്യുന്നുണ്ട്. This Taq polymerase is obtained from a thermophilic bacterium Thermus aquaticus. So ഈ ഒരു എൻസൈമിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടാകും. കാരണം ഈ ഒരു ബാക്ടീരിയം എന്ന് പറയുന്നത് ഹോട്ട് സ്പ്രിങ്സിലാണ് ഇൻഹാബിറ്റ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഈ ടാക് പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം എന്ന് പറയുന്നത് തെർമോസ്റ്റേബിൾ ആയിരിക്കും. ദെൻ RNA പ്രൈമേഴ്സ് എന്ന് പറയുന്നത് കെമിക്കലി സിന്തസൈസ് ചെയ്യുന്ന ഒളിഗോന്യൂക്ലിയോറ്റൈഡ്സ് ആണ്. ടാർഗറ്റ് സൈറ്റിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഫ്ലാങ്കിങ് റീജിയൻസ് ആയിരിക്കും ഈ ഒരു പ്രൈമേഴ്സിന് ഉണ്ടാവുന്നത്. PCR ടെക്നിക്ക് ചെയ്യുമ്പോൾ ഈ പ്രൈമേഴ്സിനെ നമ്മൾ ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യും. സോ ഈ ഒരു ടെക്നിക്കിൽ ആദ്യം ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മിക്സ്ചർ എന്ന് പറയുന്നത് ആദ്യം ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ മിക്സ്ചറിലുള്ള ഡബിൾ സ്ട്രാൻഡഡ് DNA സെപ്പറേറ്റ് ചെയ്തിട്ട് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള സീക്വൻസസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഷോർട്ട്ലി ഈ മിക്സ്ചർ നമ്മൾ കൂൾ ചെയ്യും. കൂൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ഈ മിക്സ്ചറിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രൈമർ സിംഗിൾ സ്ട്രാൻഡഡ് DNAയിൽ ബൈൻഡ് ചെയ്യും. ഓരോ പ്രൈമറും ഓരോ സിംഗിൾ സ്ട്രാൻഡഡ് DNAക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. സോ ഈ പ്രൈമറാണ് അവിടെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈമർ ഓരോ സിംഗിൾ സ്ട്രാൻഡഡ് DNAയിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറേസ് ആൻഡ് ദ പ്രൈമർ. അങ്ങനെ ഓരോ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ഡബിൾ സ്ട്രാൻഡഡ് ഡ്യൂപ്ലെക്സ് ആയിട്ട് മാറും. എഗെയിൻ ആ മിക്സ്ചർ വീണ്ടും ഹീറ്റ് ചെയ്യും.
ആൻഡ് ദ ഹോൾ സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ് ഇസ് റിപ്പീറ്റഡ് മെനി എ ടൈം. അങ്ങനെ നമുക്ക് ആ ഡി എൻ എൻ്റെ മൾട്ടിപ്പിൾ ക്ലോൺസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെക്നിക്ക് വഴി കിട്ടും. ആഫ്റ്റർ ജീൻ ക്ലോണിംഗ്, സിക്സ്ത് സ്റ്റെപ്പ് ഈസ് ദ സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോംഡ് ബാക്ടീരിയം. റീകോമിനന്റ് ഡി എൻ എനെ നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അതിൻ്റെ ക്ലോണിംഗ് നടന്നു കഴിഞ്ഞിട്ട് ഈ വെക്ടർ ക്യാരി ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയത്തിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യണം. ഈ ബാക്ടീരിയൽ കൾച്ചറിലേക്ക് നമ്മൾ റീകോമിനന്റ് ഡി എൻ എ കൊടുക്കുമ്പോൾ എല്ലാ ബാക്ടീരിയൽ സെൽസും ഈ ഒരു റീകോമിനന്റ് ഡി എൻ എ ടേക്കപ്പ് ചെയ്യണം എന്നില്ല. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പ്രോസസ്സാണ് നടത്തുന്നത്. ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ഓഫ് എ മാർക്കർ ജീൻ ആൻഡ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് LAC-Z gene. ഫസ്റ്റ് മെത്തേഡ് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് മാർക്കർ ജീൻ. ഇതിൽ നമ്മുടെ ഡിസൈർഡ് ജീൻ ക്യാരി ചെയ്യുന്ന വെക്ടർ, ആ വെക്ടറിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സെലക്റ്റബിൾ മാർക്കർ ജീൻ പ്രസൻറ്റ് ആയിരിക്കുള്ളൂ. ഈ സെലക്റ്റബിൾ മാർക്കർ ജീൻസ് എന്ന് പറയുന്നത് യൂഷ്വലി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ആയിരിക്കും. സെലക്റ്റബിൾ മാർക്കർ ജീൻസ് ആയിട്ടുള്ള ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിൻ്റെ എക്സാമ്പിൾ ആണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻസ്. അങ്ങനെ ഓരോ ആൻറ്റിബയോട്ടിക്കിനോടും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻസ് ആയിരിക്കും സെലക്റ്റബിൾ മാർക്കേഴ്സ് ആയിട്ട് വെക്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ജീൻ ക്ലോണിംഗ് എന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഏത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ആണോ നമ്മുടെ വെക്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ആ ആൻറ്റിബയോട്ടിക് ഉള്ള മീഡിയത്തിൽ നമ്മൾ ഈ എല്ലാ ഹോസ്റ്റ് സെല്ലിനെയും കൾച്ചർ ചെയ്യും. അപ്പോൾ ഏതൊക്കെ ബാക്ടീരിയൽ സെല്ലാണോ നമ്മുടെ ഈ സെലക്റ്റബിൾ മാർക്കർ ജീൻസ് ഉള്ള പ്ലാസ്മിഡ് ടേക്കപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാക്ടീരിയ മാത്രമേ ഈ ഒരു കൾച്ചറിൽ ഗ്രോ ചെയ്യുള്ളൂ. കാരണം അവരിൽ മാത്രമേ ഈ ഒരു റെസിസ്റ്റൻറ്റ് ജീൻ പ്രസൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഈ റീകോമിനന്റ് ഡി എൻ എ ഇല്ലാത്ത ഹോസ്റ്റ് സെല്ലെല്ലാനും ഡൈ ചെയ്തു പോകും. കാരണം ആ മീഡിയത്തിൽ ആ പെർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കൊടുത്ത വെക്ടറിൽ ഉണ്ടായിരുന്നത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻ്റ് ജീൻ ആണെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് ആഡ് ചെയ്തിട്ടുള്ള മീഡിയത്തിലായിരിക്കും ഹോസ്റ്റ് സെല്ലിനെ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഹോസ്റ്റ് സെല്ലിലാണോ ഈ വെക്ടർ കയറിയിട്ടുള്ളത്, വെക്ടർ കയറിയിട്ടുള്ള സെല്ലിൽ മാത്രമേ ഈ ആൻറ്റിബയോട്ടിക്, അതായത് ടെട്രാസൈക്ലിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻസ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അവർക്ക് മാത്രമേ ഈ ഒരു ടെട്രാസൈക്ലിൻ ഉള്ള മീഡിയത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാത്തവർ ഡൈ ചെയ്തു പോകും. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയത്തിനെ സെലക്ട് ചെയ്യുന്നത് ത്രൂ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് മാർക്കർ ജീൻ. ട്രാൻസ്ഫോംഡ് ബാക്ടീരിയത്തിനെ സെലക്ട് ചെയ്യുന്ന അടുത്തൊരു പ്രോസസ്സാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് LAC-Z ജീൻ. ചില പ്ലാസ്മിഡ്സ്, ആ പ്ലാസ്മിഡിന് എക്സാമ്പിളാണ് പ്ലാസ്മിഡ് UC8. ഇവർക്ക് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീനും അതേപോലെ LAC-Z ജീനും പ്രസൻ്റ് ആയിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ പ്ലാസ്മിഡിൽ നമ്മൾ LAC-Z ജീനിലേക്കായിരിക്കും നമ്മൾ ഡിസൈർഡ് ജീൻ ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആംപിസിലിനും ദെൻ എക്സ്ഗാൽ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടും ഉള്ള മീഡിയത്തിൽ കൾച്ചർ ചെയ്യും ഈ ബാക്ടീരിയത്തിനെ. അപ്പം നമ്മൾ ഈ ഈക്കോളയിലേക്ക് കൊടുത്തേക്കുന്ന വെക്ടർ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈർഡ് ജീൻ വെച്ചിരിക്കുന്നത് LAC-Z പൊസിഷനിലാണ്. അപ്പോൾ ഏതൊക്കെ ബാക്ടീരിയ ആണോ ഈക്കോളയാണോ ഈ ഒരു പ്ലാസ്മിഡ് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത് അവർക്ക് LAC-Z ജീൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈക്കോളൈ സെൽസിനെ ആംപിസിലിനും എക്സ്ഗാൽ എന്ന് പറഞ്ഞ കോമ്പൗണ്ടും ഉള്ള മീഡിയത്തിൽ കൾച്ചർ ചെയ്യുമ്പോൾ അതിൽ ട്രാൻസ്ഫോംഡ് സെൽസ് കാണും വിത്ത് നോൺ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്. അതായത് നമ്മുടെ ഡിസൈർഡ് ജീൻ കയറാത്ത പ്ലാസ്മിഡ് ഉണ്ടാകും. അവർക്ക് LAC-Z ജീനിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. LAC-Z ജീൻ അവർക്ക് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പ്ലാസ്മിഡ്സ്, അങ്ങനെയുള്ള ആ ഒരു കൾച്ചറിൽ അവർ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ LAC-Z ജീൻ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഈസ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ഈ എൻസൈം നമ്മൾ മീഡിയത്തിൽ കൊടുത്തിട്ടുള്ള എക്സ്ഗാൽ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ഒരു ഫുൾ കോളനി ബ്ലൂ കളേർഡ് ആയിട്ട് മാറും. കാരണം ദിസ് എൻസൈം ദാറ്റ് ഈസ് ബീറ്റാ ഗാലക്ടോസിഡേസ് will break X-gal into a blue colored compound and this
results in the appearance of blue color in the colonies. Then recombinant plasmid ആണെങ്കിൽ നമ്മുടെ ഡിസൈർഡ് ജീൻ ക്യാരി ചെയ്യുന്ന വെക്ടറിനെ ഈ ഒരു സെല്ല് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കോളി സെൽസ് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനാക്റ്റീവ് ആയിട്ടുള്ള ലാക്സിഡ് ജീൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ലാക്സിഡ് ജീൻ ഇനാക്റ്റീവ് ആണെങ്കിൽ അവർ ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ദേ വിൽ നോട്ട് ബ്രേക്ക് എക്സ്ഗാൽ ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ മീഡിയത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സ്ഗാലിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ലാക്സിഡ് ജീൻ ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഹെൻസ് ദ കോളനീസ് വിൽ അപ്പിയർ വൈറ്റ്. അപ്പോൾ റീകോമിനന്റ് പ്ലാസ്മിഡ് ഉള്ള ഈ കോളനീസ് വൈറ്റ് ആയിട്ടും നോൺ റീകോമിനന്റ് പ്ലാസ്മിഡ് ഉള്ള ട്രാൻസ്ഫോംഡ് സെൽസ് ബ്ലൂ ആയിട്ടുമായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ലാക്സിഡ് ജീൻ വഴി സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ബ്ലൂ വൈറ്റ് സെലക്ഷൻ. Next step is the detection and isolation of specific gene clones. നമുക്ക് കിട്ടിയ ക്ലോൺഡ് റീകോമിനൻസിൽ നിന്നും ഡിസൈഡ് ആയിട്ടുള്ള ജീൻ സീക്വൻസിനെ ഡിറ്റക്റ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ആൻഡ് സം ഓഫ് ദ കോമൺ ടെക്നിക്സ് യൂസ്ഡ് ആർ ഇൻ സിറ്റു ഇമ്മ്യൂണോ അസേ മെത്തേഡ്, ജെൽ ഇലക്ട്രോഫോറസിസ് ആൻഡ് DNA സീക്വൻസിങ്. ഇൻ സിറ്റു ഇമ്മ്യൂണോ അസേ മെത്തേഡിൽ നമുക്ക് ആ ക്ലോൺ ബാങ്കിൽ നിന്ന് ഏത് ഡിസൈഡ് ജീനാണോ വേണ്ടത് ആ ജീൻ പ്രോഡക്റ്റ്, അതായത് ആ ജീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആയിരിക്കും, ആ പ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ആൻറ്റിബോഡി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് പ്രോബായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രോബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആൻറ്റിബോഡി എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആൻറ്റിജൻ ആയിട്ടായിരിക്കും കോംപ്ലെക്സ് ചെയ്യുന്നത്. സോ ദിസ് പ്രോബ് വിൽ ഫോം ആൻ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലെക്സ്. അപ്പോൾ നമ്മുടെ ഡിസൈഡ് ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഹോസ്റ്റ് സെല്ലിൽ മാത്രമായിരിക്കും ഈ ഒരു പ്രോബ് വന്നിട്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലെക്സസ് ഫോം ചെയ്യുന്നത്. ആ എക്സ്പ്രസ് ചെയ്യുന്ന ഹോസ്റ്റ് സെൽസ് മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ഡിസൈഡ് ജീൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ദെൻ അടുത്തൊരു പ്രോസസ്സാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ചില കേസസിൽ ഇമ്മ്യൂണോ അസേ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണ്ട ഡിസൈഡ് ജീൻ ഇരിക്കുന്നത് എൻറ്റയർ ജീനോമിലായിരിക്കും. ആ എൻറ്റയർ ജീനോമിനെ നമ്മൾ ഫ്രാഗ്മെൻറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ഫ്രാഗ്മെൻറ്റിനെയും സെപ്പറേറ്റ് വെക്റ്റേഴ്സിൽ നമ്മൾ ക്ലോൺ ചെയ്യും. അപ്പോൾ ഓരോ ഹൈബ്രിഡ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നതും അവരുടെ സൈസും ഡെൻസിറ്റിയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സൈസിലും ഡെൻസിറ്റിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് വെക്റ്റേഴ്സിനെ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്യും. ദെൻ ഓട്ടോ റേഡിയോഗ്രഫിയിലൂടെ നമുക്ക് ഓരോ ജീൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡിസൈഡ് ജീൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് ഈസ് DNA സീക്വൻസിങ്. DNA സീക്വൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ സ്ട്രക്ചറൽ ഓർഗനൈസേഷനെ കുറിച്ചൊരു ഇൻഫോർമേഷൻ കിട്ടും. DNA സീക്വൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീക്വൻസിങ് ചെയ്യേണ്ട DNA മോളിക്യൂൾ എടുത്തിട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റും. ദെൻ അതിൻ്റെ സൈസ് അനുസരിച്ച് ആ ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യും. ദെൻ ഓരോ ന്യൂക്ലിയോടൈഡ്സിൻ്റെയും ഓർഡർ അനുസരിച്ചും സെപ്പറേഷൻ നടക്കും. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെലക്ഷൻ ഓഫ് DNA clones, then fragmentation of the clones individually by base specific reactions using chemicals or enzymes. Then ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്തിട്ട് സൈസിൻ്റെ ബേസിൽ നമ്മൾ ഈ ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യും. ദെൻ ഈ ന്യൂക്ലിയോടൈഡ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ബൈ ഓട്ടോ റേഡിയോഗ്രാഫിക് അനാലിസിസ് ഓഫ് ദ ഇലക്ട്രോഫോററ്റിക്കലി സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ്. ഇലക്ട്രോഫോറസിസ് നടത്തി ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിന് നമ്മൾ ഓട്ടോ റേഡിയോഗ്രാഫിക് അനാലിസിസിലൂടെ ന്യൂക്ലിയോടൈഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. സോ ഓൾ ദീസ് ആർ ദ ഡിറ്റക്ഷൻ ആൻഡ് ഐസൊലേഷൻ മെത്തേഡ്സ് ഓഫ് സ്പെസിഫിക് ജീൻ ക്ലോൺസ്. The last step is the transfer of the desired genes to target cells. നമുക്ക് വേണ്ട ഡിസൈഡ് ജീൻ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ഈ ഡിസൈഡ് ജീൻ ടാർഗറ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ഡിസൈഡ് ജീൻ ടാർഗറ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ടാർഗറ്റ് സെല്ലിലാണ് അതിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ നടക്കുന്നത്. ടാർഗറ്റ് സെല്ലിലേക്ക് ഡിസൈഡ് ജീനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ജീൻ ട്രാൻസ്ഫർ ബൈ സൊമാറ്റിക് സെൽ ഹൈബ്രിഡൈസേഷൻ,
recombinant virus-mediated gene transfer, DNA-mediated gene transfer, and gene transfer by direct micro-injection. സൊമാറ്റിക് സെൽ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ കിട്ടിയ ആ ഡോണർ സെൽ ദറ്റ് കണ്ടെയ്ൻസ് ഡോണർ ജീനുള്ള ഡോണർ സെല്ലിനെയും അതേപോലെ നമ്മുടെ റെസിപ്പിയന്റ് സെല്ലിനെയും കൂടി ഫ്യൂസ് ചെയ്യിപ്പിക്കും. രണ്ട് സൊമാറ്റിക് സെൽസ് ആണ് ഇവിടെ ഫ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സൊമാറ്റിക് സെൽ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഉണ്ടാവുന്ന സെൽ, ഡോട്ടർ സെൽ എന്ന് പറയുന്നത്, ആ ഹൈബ്രിഡ് സെൽ എന്ന് പറയുന്നത്, ഇറ്റ് വിൽ കണ്ടെയ്ൻ ബൈ പാരന്റൽ സെറ്റ്സ് ഓഫ് ജീൻ. അതായത് രണ്ട് പാരന്റിൽ നിന്നുള്ള ജീൻസും ഈ ഒരു ഹൈബ്രിഡ് സെല്ലിൽ ഉണ്ടാകും. നമ്മുടെ ഡോണർ സെല്ലിൽ നിന്നുള്ള ഡോണർ ജീനും ഉണ്ടാകും, ദെൻ റെസിപ്പിയന്റിന് ജീൻസും ഉണ്ടാകും. ബട്ട് ഒരുപാട് ജനറേഷൻസ് ഇവർ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ റെസിപ്പിയന്റ് സെല്ലിന്റെ ക്രോമസോംസ് ലോസ്റ്റ് ചെയ്ത് പോകും. ദെൻ ഈ ഹൈബ്രിഡ് സെല്ലിൽ ഉണ്ടാവുന്നത് ഡോണർ DNA മാത്രമായിരിക്കും. അതായത് നമ്മുടെ ഡിസൈർഡ് ജീൻ ക്യാരി ചെയ്യുന്ന ഡോണർ DNA. ഇങ്ങനെ സൊമാറ്റിക് സെൽ ഹൈബ്രിഡൈസേഷൻ വഴി നമുക്ക് ലാർജ് നമ്പർ ഓഫ് ജീൻസിനെ ടാർഗറ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് അടുത്തൊരു ട്രാൻസ്ഫർ മെത്തേഡാണ് റീകോംബിനന്റ് വൈറസ് മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഏത് ജീനാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ജീനിന് ആദ്യം ഒരു വൈറൽ DNA സ്പ്ലൈസ് ചെയ്യും ആൻഡ് ഇറ്റ് ഫോംസ് എ റീകോംബിനന്റ് DNA. ദെൻ ആ വൈറൽ DNA നമ്മുടെ ടാർഗറ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. വൈറൽ ജീനിനെ നമ്മൾ സ്പെസിഫിക് എൻസൈംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അത് റിസീവ് ചെയ്യുന്ന ടാർഗറ്റ് സെല്ലിൽ നമ്മൾ കൊടുത്ത ഈ റീകോംബിനന്റ് DNA മാത്രമായിരിക്കും എക്സ്പ്രസ്ഡ് ആകുന്നത്. ദെൻ അടുത്ത മെത്തേഡാണ് DNA മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. ഈ ഒരു മെത്തേഡിൽ നമ്മുടെ ഡോണർ ജീൻസ് ക്യാരി ചെയ്യുന്ന DNA ഫ്രാഗ്മെന്റ്സിനെ കാരിയർ DNA ആയിട്ട് മിക്സ് ചെയ്യും. Then they are precipitated using a calcium phosphate buffer. നോർമലി DNA മോളിക്യൂൾ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിനോട് ഇംപെർമേബിൾ ആണ്. അവർക്ക് പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് ചില കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടത്തി, കെമിക്കൽസ് സച്ച് ആസ് പോളി എത്തിലിൻ ഗ്ലൈക്കോൾ, PEG, or in the presence of calcium ions, ഈ പ്ലാസ്മ മെംബ്രെയിനോട് DNA പെർമേബിൾ ആക്കും. ഈ ഒരു മെത്തേഡ് വഴി ടാർഗറ്റ് സെല്ല് നമ്മൾ കൊടുത്ത ഡോണർ DNA ടേക്കപ്പ് ചെയ്യും. ഈ DNA മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ലീസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം നമ്മൾ ഇങ്ങനെ ജീൻസ് നമ്മുടെ ഡിസൈർഡ് ജീൻ ടാർഗറ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് റെസിപ്പിയൻ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ് ആദ്യം എത്തുന്നത്. ദെൻ ആണ് ന്യൂക്ലിയസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഡോണർ DNA ഡിസ്ട്രോയ് ചെയ്ത് പോകാം. കാരണം ഒരുപാട് എൻസൈംസ് ഒക്കെ ഉണ്ട് അവിടെ. ആ എൻസൈംസ് ഒക്കെ ഇതിനെ വന്ന് ലൈസ് ചെയ്ത് കളയാം. സോ ഇറ്റ് ഈസ് ഓൺലി എ ലീസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. ദെൻ അടുത്തൊരു മെത്തേഡാണ് ജീൻ ട്രാൻസ്ഫർ ബൈ ഡയറക്റ്റ് മൈക്രോ ഇഞ്ചക്ഷൻ. ഈ ഒരു മെത്തേഡിൽ ഡോണർ DNA നമ്മൾ ഡയറക്റ്റ്ലി ടാർഗറ്റ് സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് and a micro pipette that is fitted on a micro manipulator. ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് നോൺ ഫങ്ഷണൽ ജീൻസിനെ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ജീൻസിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഫങ്ഷണൽ ജീൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ഇൻ ടേൺ മേ ക്യൂർ സം genetic disorders and diseases. This is all about recombinant DNA technology.